ഒരാൾ മരിച്ചോ ഇല്ലേന്ന് ഉറപ്പിക്കാനുള്ള ലക്ഷണങ്ങൾ, ആ ലക്ഷണം കൊണ്ടയാൾ മരിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഡോക്ടർമാർ കൊണ്ട് നോക്കിച്ചാൽ മരിച്ചോ ഇല്ലേ വേഗം അവർ പറഞ്ഞു. അങ്ങനെ ഒരാൾ മരിച്ചു എന്ന് ഉറച്ചാൽ പിന്നെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് മറമാടണം. അത് അറിഞ്ഞോലെ വേണം നിർബന്ധം. അതിനാരെ അറിയിക്കേണ്ടത് എന്താ ചെയ്യാ? ഒരാളെ അറിയിച്ചില്ല. പിന്നെന്താ ഉണ്ടായത്? ഈ മയ്യത്ത് ഇങ്ങനെ റൂമിൽ വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കുത്തി, അയാൾ മടങ്ങി വരും, അയാൾ എണീറ്റിക്ക് വരുമെന്ന് വരും. അതെന്തുകൊണ്ടാ സംഭവിച്ചത്? അത് സംഭവിച്ചത് ശരീഅത്തിന്റെ നിയമം, മയ്യത്ത് മറമാടൽ നിർബന്ധമാണ്, കുളിപ്പിക്കൽ നിർബന്ധമാണ്, നിസ്കരിക്കൽ നിർബന്ധമാണെന്ന നിയമം എന്തിന്റെ പേരിലാണ് അവർ ഒഴിവാക്കിയത്? ഒരു വ്യാജ ത്വരീഖത്ത് കുടുങ്ങിയതാണ്. ഒരു വ്യാജ ശൈഖ്. ഈ വ്യാജ ശൈഖിനെ വിശ്വസിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇമാമിങ്ങളും പഠിപ്പിച്ച നിയമത്തിനപ്പുറം ഏതൊരുത്തം പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ അവനെന്താണ്? അവൻ ഇവരെ പറ്റിച്ച എങ്ങനെ? അതിന്റെ മുമ്പ് ആ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി, ഞാൻ കേട്ടതാണ്, ഒരു പെൺകുട്ടി ബോധം കെട്ടുപോയി. അപ്പൊ ഈ ഷെയ്ഖിനെ വിളിച്ചു ഷെയ്ഖ് പറഞ്ഞു 3 ദിവസം കഴിയുമ്പോൾ മീറ്റിംഗ് വരുമെന്ന്. 3 ദിവസം കഴിഞ്ഞപ്പോ ഓൾ എണീറ്റ് വന്ന്, കാരണം ബോധം കെട്ടാതെ മരിച്ചല്ല, ബോധം കെട്ടാൻ എണീറ്റ് വരും. സാധാരണ മൂസയിലാർ ആളുടെ തിരുവള്ളൂർ വടകരക്കട മൂസ മുസ്ലിയാർ 3 മാസത്തോളം ബോധമില്ലാതെ കിടന്ന് മഫറത്ത് ഹോസ്പിറ്റലിൽ അബുദാബി. ഞാനും എ പി സാഹൊക്കെ ചെന്ന് നോക്കിയാക്ക് ബോധമില്ല. പിന്നെയും കിടന്ന് 3 മാസം, 6 മാസത്തോളം ബോധമില്ലാതെ കിടന്നു. പിന്നെ അയാളുടെ ബോധം തെളിഞ്ഞ് അയാൾ നാട്ടിൽ വന്ന് അയാൾക്ക് അതിന്റെ ശേഷം ഒരു കുട്ടിയുണ്ടായി, ഒരു മകനോ മകളോ അങ്ങനെ ഒരു കുട്ടിയുണ്ടായി. ഇപ്പോഴും മൂസയിലാർ 1 മാസം മുമ്പ് എന്റെ അടുത്ത് കുട്ടിയുടെ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നിരിക്കും. 6 മാസത്തിലധികം ബോധമില്ലാതെ കിടന്നിരിക്കും. അപ്പൊ ബോധമില്ലാതെ ബോധം തെളിയൽ സാധാരണയാണ്. 3 ദിവസം ബോധമില്ലാതെ കിടന്ന പെണ്ണ് ബോധം തെളിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇവര് വിചാരിച്ച് ഇത് ഈ ഷെയ്ഖിന്റെ കറാമത്താണ്. ഏത് 3 ദിവസം കൊണ്ട് മരിച്ചിട്ട് നീറ്റ് വന്നാണ് ഇവര് വിചാരിച്ചു. ഇത് ബോധം കെട്ട പെണ്ണ് നീറ്റ് വന്ന. ചിലപ്പോ ഈ ബോധം കെടുത്തിയത് ഒരു ശൈത്താന് ബോധം കെടുത്താനുള്ള ചില പരിപാടികളൊക്കെ ശൈത്താനായിരിക്കും ഈ പെണ്ണിനെ ബോധം കെടുത്തുന്നത്. ആ ശൈത്താനും ഈ ഷെയ്ഖും തമ്മിൽ ചിലപ്പം കണക്ഷൻ ഉണ്ടാവും. അപ്പൊ ശൈത്താൻ പറഞ്ഞിട്ടുണ്ടാവും 3 ദിവസം കഴിയുമ്പോ ഇൻഷാ അല്ലാഹ് ഞാനങ്ങ് മാറും, അപ്പൊ ബോധം കിട്ടും, നിങ്ങളങ്ങനെ പറഞ്ഞോണ്ടിരുന്നുണ്ടാവും. ഈ അടിസ്ഥാനത്തിൽ ഈ കള്ള ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടാവും 3 ദിവസം കഴിഞ്ഞിട്ട് ബോധം തെളിയും. 3 ദിവസം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ഷെയ്ഖ് പറഞ്ഞു മരിച്ച പെണ്ണ് എണീറ്റ് വരും. 3 ദിവസം കഴിഞ്ഞപ്പോ എണീറ്റ് വന്നു, തീരുമാനിച്ചു. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോ ബാപ്പ മരിച്ചു തന്നെയാണ്, ബോധം കെട്ടല്ല. മരിച്ചപ്പോ ഷെയ്ഖിനെ വിളിച്ചു. ഷെയ്ഖ് പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യേണ്ട, അയാൾ എണീറ്റിക്ക് വരും. അങ്ങനെ കുത്തിരിഞ്ഞതാവും 1.5 മാസം, 1 മാസത്തിന്റെ മേലെ ഇങ്ങനെ മയ്യത്തും വെച്ച് കുത്തിരിഞ്ഞു. ഇപ്പൊ എല്ലാം കൂടി അവസാനം പോലീസുകാർ വിളിച്ചിട്ടുമാണ് സംഗതി മനസ്സിലായത്. ഇത് അത്ഭുതത്തിന്റെ പിന്നാലെ പോയി. അത്ഭുതത്തിന്റെ പിന്നാലെ പോകാൻ നമ്മളോട് പറഞ്ഞു. അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു ശരീഅത്തിന്റെ പിന്നാലെ പോകാൻ. ثم جعلناك على شريعة من الأمر فاتبعها ثم جعلناك على عجب من الأمر فاتبعه. മനസ്സിലായില്ലേ? ശരീഅത്ത് ഫോളോ ചെയ്ത് ജീവിക്കണം, അത്ഭുതം ഫോളോ ചെയ്ത് ജീവിക്കണമെന്ന് പറഞ്ഞില്ല. അത്ഭുതം ദജ്ജാൽ എന്തെല്ലാം അത്ഭുതം കാണിക്കും, ദജ്ജാലിന്റെ പിന്നാലെ പോലെ നമ്മൾ അത്ഭുതത്തിന്റെ പിന്നാലെ പോകാൻ പാടില്ല. മറിച്ച് നമ്മുടെ ശരീഅത്തിന്റെ പിന്നാലെ പോകാം. ഈ വിവരം കൂടുതലില്ലാത്ത ചില ആളുകൾ വ്യാജ ത്വരീഖത്തുകളിൽ പോയിട്ട് ഈ വ്യാജ ത്വരീഖത്തുകളെ വിമർശിക്കുന്ന പണ്ഡിതന്മാരെ വിമർശിക്കുന്ന ഒരു സ്വഭാവം, അത് അവരുടെ അറിവുകേടാണ്. അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. ഉസ്താദുമാരെയും ആലിമീങ്ങളെയും ഒക്കെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈമാൻ സലാമത്തായി മരിച്ച് രക്ഷപ്പെടാൻ സാധിക്കുക. അല്ലാഹു തആല അതിന് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു മദ്ഖലിൽ പറഞ്ഞു, ഒരു ഉസ്താദിന്റെ കൂടെയുള്ള ഒരു ശിഷ്യനുണ്ടായി. കുറെ കാലം ഉസ്താദിന്റെ കൂടെ ജീവിച്ചു. പിന്നെ ഒരു ദിവസം ശിഷ്യൻ കാണുന്നില്ല. കാണാതെ ആയപ്പോ ഉസ്താദ് അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞ അയാൾ ഇപ്പൊ ഇങ്ങോട്ട് നമ്മളെ ക്ലാസ്സിൽ വരത്തില്ല, അയാൾ ഗ്രൂപ്പ് മാറി വേറെ വൈകും. അപ്പൊ അതെന്താന്ന് ചോദിച്ചു. അതെന്താ അറിയില്ല. എന്നാ അയാളെ വിളിച്ചുകൊണ്ട് വന്നു. അയാളെ വിളിച്ചപ്പോ ആ ശിഷ്യൻ വന്നു. അതൊരു അഥവാണ്. ഉസ്താദ് വിളിച്ചപ്പോ വന്നപ്പോ ഉസ്താദ് ചോദിച്ചു, എന്താ മോനെ ഇപ്പൊ കാണാത്തത്? ഞാൻ സ്വർഗത്തുനിന്ന് നിസ്കരിക്കാൻ പോക്കാണ്. സ്വർഗത്തുനിന്ന് നിസ്കരിക്കാം? സ്വർഗത്തിൽ പോയിട്ടാ ഇപ്പൊ ഞാൻ നിസ്കരിക്കല്. അപ്പൊ ഉസ്താദ് ചോദിച്ചു, സ്വർഗത്തിൽ എന്നെയും കൂട്ടുമെന്ന്. ഉസ്താദ് വരുന്ന ഉസ്താദിനെയും കൊണ്ടുപോകാൻ.
അതിനെന്താ പറയുക, രാത്രി വന്നിട്ട് ഒരു സ്ഥലത്ത് നിൽക്കണോ? രാത്രി പോയി നിന്ന് ഉസ്താദ്. രാത്രി ആയപ്പോ വലിയൊരു പക്ഷി വന്നിട്ട് ഇറങ്ങി. ഉസ്താദ് ശിശുവിനൊക്കെ പക്ഷിന്റെ പുറത്ത് കയറി. പക്ഷി സ്വർഗത്തിലേക്ക് പറഞ്ഞു. നേരെ പോയി ഒരു സ്ഥലത്ത് ഇറങ്ങി നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള തോട്ടം, നല്ല ബിൽഡിങ്, നല്ല പരിമളം, ഭയങ്കര ജോറ് തന്നെ, തോട്ടം തന്നെ. അപ്പോ അവിടെ പക്ഷി പറന്നു. അപ്പൊ ഉസ്താദിനോട് ശിഷ്യൻ ഉസ്താദ് നമ്മൾ നിസ്കരിക്കല്ലേ? അപ്പൊ ഉസ്താദ് ഇവിടെ നിസ്കരിക്കാൻ ഞാനില്ല, സ്വർഗത്തിലെത്തോളം നിസ്കരിക്കുക, സ്വർഗത്തിലെത്തിയാ പിന്നെ എല്ലാം സൂക്ഷിക്കുക. അങ്ങനെയാ, പിന്നെ സ്വർഗത്തിലെത്തിയിരുന്ന് കാര്യം നോമ്പുക. സ്വർഗത്തിലെത്തുന്നവരെ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും സക്കാത്ത് കൊടുക്കുകയും, സ്വർഗത്തിലെത്തിയിട്ട് പിന്നെയും സക്കാത്ത് കൊടുക്കുക, പിന്നെയും അടുത്ത് പിരിവെടുക്കുക, പിന്നെയും അടുത്ത് നിസ്കരിക്കുക. അങ്ങനെയാ, സ്വർഗത്തിലെത്തിയാ സൂക്ഷിക്കുക. അതുകൊണ്ട് ഇനി നിസ്കരിക്കുക ഞാനില്ല. അപ്പൊ ശിഷ്യ പറഞ്ഞ ഞാൻ നിസ്കരിക്കാൻ, നീ നിസ്കരിച്ചാലും നിസ്കരിച്ചില്ല, ശരി ഞാനില്ല. അങ്ങനെ ഇവൻ നിസ്കരിച്ചു, ഉസ്താദ് നിസ്കരിച്ചില്ല. ഏകദേശം സുബീന്റെ സമയമായപ്പോ പക്ഷി രണ്ടാമതും വന്നു. ഉസ്താദെ പക്ഷി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോവല്ലേ? അപ്പൊ ഉസ്താദ് ഞാൻ പോരൂല, എന്താ സ്വർഗത്ത് കടന്നാൽ ഇപ്പൊ നിങ്ങൾ ഫത്തുൽ മിനോദിയല്ലേ, ദാറുൽ ഖുലൂദ്, കാലകാലം സ്വർഗത്തിൽ. അങ്ങനല്ലേ ഫത്തുൽ മിനോദ്, തുദ്ഖിലുനാ ദാറുൽ ഖുലൂദ്, എല്ലാ കാലവും സ്വർഗത്തിൽ. പിന്നെ ഇവിടുന്ന് പിന്നെയും പോന്നാ, സ്വർഗത്ത് കയറിയിട്ട് പിന്നെയും പോന്നാ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോരാ, സ്വർഗത്തിന് ഞാനെയും പോകില്ല. അപ്പൊ ഈ പക്ഷി ഒന്ന് ചിറകൊന്നിങ്ങനെ അനക്കി. അപ്പൊ ഭൂമി കുലുങ്ങാണ് തോന്നുന്നു. ഉസ്താദെ മുസീബത്ത് ഉണ്ടാവും എന്നല്ല ശിഷ്യ. അപ്പൊ ഉസ്താദിന് ഇല്ലില്ല, സ്വർഗത്തിൽ ഒരു മുസീബത്ത് ഉണ്ടാവും. സ്വർഗത്തിൽ വെച്ചിട്ട് ഉടിയെടുക്കുന്ന സ്വർഗത്തുനിന്ന് ഒരു മുസീബത്ത് ഉണ്ടാവില്ല, അതിന് പേടിച്ചില്ല. അപ്പൊ കുറച്ചേരം പക്ഷി ഇങ്ങനെ കുലുക്കി, നേരെ ഇങ്ങനെ വെളുത്തു വന്ന പക്ഷി അങ്ങ് പറഞ്ഞു. രണ്ടാളും അവിടെ തന്നെ നിന്ന് സുബ്ഹാനല്ലാഹ്, സൂര്യൻ ഉദിച്ചു നോക്കുമ്പോ എന്ത് പറയാനാ, ആ രാജ്യത്തുള്ള മുഴുവൻ നജസും കാട്ടവും കൊണ്ടുപോയിടുന്ന സ്ഥലമാണ്. എല്ലാ വേസ്റ്റും കാട്ടവും കൊണ്ടുപോയിടുന്ന സ്ഥലമാണ്. ഈ നജസിലാണ് ഈ പല്ല് പെട്ടത്. ഉസ്താദ് പറഞ്ഞു, മോനെ കണ്ടോ എന്തേതാ സ്ഥലം നോക്കും, എന്തല്ലേ സാധനം നോക്കൊക്കെ നജസാ. നീ സാധാരണ മര്യാദയ്ക്ക് സുന്നത്ത് സ്കരിക്കുന്ന നിന്നെ ഈ നജസ് കൊണ്ടുവന്നിട്ട് സുന്നത്ത് കരിപ്പിക്കാൻ വേണ്ടി ശൈത്താൻ ഉണ്ടാക്കിയ പരിപാടി. ശൈത്താൻ കാണിച്ച അത്ഭുതമാണ്. ഈ അത്ഭുതത്തിലാണ് നീ പെട്ടുപോയത്. അപ്പോഴാണ് ഈ ശിഷ്യന് ബോധ്യപ്പെടുന്നത്, ഉസ്താദിനെ വിട്ട് ആലിമീങ്ങളെ വിട്ട് അത്ഭുതത്തിന്റെ പിന്നാലെ പോയാൽ നജസ് പോയിട്ട് നിസ്കരിക്കലായിരിക്കും ഉണ്ടാകുന്നത്. ഇബ്നുൽ ഹാജിർ റളിയല്ലാഹു അൻഹു കിതാബുൽ മദ്ഖലിൽ പറഞ്ഞൊരു സംഭവമാണ്. അപ്പൊ നമ്മൾ അത്ഭുതത്തിന്റെ പിന്നാലെയല്ല പോകേണ്ടത്, ശരീഅത്തിന്റെ നിയമം, ആലിമീങ്ങളിൽ പിടിച്ച നിയമത്തിന്റെ പിന്നാലെയാണ് നമ്മൾ പോകേണ്ടത്. എല്ലാവരും കൃത്യമായിട്ട് നിസ്കരിക്കണം. അതുപോലെ തന്നെ അല്ലാഹുവിനെ ഇബാദത്തുകൾ ചെയ്യണം. കളവ് പറയരുത്, വാക്ക് ലംഘിക്കരുത്, ചീത്ത വിളിക്കരുത്, നാവ് കൊണ്ട് അനാവശ്യം പറയരുത്, ആരെയും സ്വന്തം ഭാര്യമാരെ പോലും നിസ്സാരപ്പെടുത്തരുത്. എല്ലാവരും പരസ്പരം ബഹുമാനിക്കണം. ഒരു വർഗീയത ഉണ്ടാക്കരുത്, തീവ്രവാദവും ഭീകരവാദവും ഉണ്ടാകരുത്. നമ്മൾ വളരെ സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ ജീവിക്കണം. നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അൽഹംദുലില്ലാഹ് 500-ലധികം കുട്ടികൾ ഈ സ്ഥാപനത്തിന്റെ കീഴിൽ, 593 കുട്ടികൾ ഇവിടെ ഈ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്നുണ്ട് എന്നറിഞ്ഞു. അൽ മദീനത്തുൽ മുനവ്വറ എഡ്യൂക്കേഷൻ മൂടടക്കം. അപ്പോ ഈ സ്ഥാപനത്തിൽ അൽഹംദുലില്ലാഹ് 60ഓളം കുട്ടികൾ ദർസിൽ, 30ഓളം കുട്ടികൾ ഹിഫ്ളുൽ ഖുർആനിൽ, അതുപോലെ തന്നെ ദേവാ കോളേജിൽ 24ഓളം കുട്ടികൾ, അതുപോലെ മദ്രസത്തുൽ മുനവ്വറയിൽ 10 കുട്ടികൾ, അതുപോലെ അങ്ങനെ താമസിച്ചു പഠിക്കുന്ന കുട്ടികൾ തന്നെ 124ഓളം കുട്ടികൾ പഠിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഹോം കെയർ ആയിട്ട് യതീം കുട്ടികളെ സംരക്ഷിക്കുന്ന പരിപാടിയിൽ 50ഓളം കുട്ടികൾ പഠിക്കുന്നു എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 418ഓളം കുട്ടികൾ പഠിക്കുന്നു. അങ്ങനെ ഒരുപാട് കുട്ടികൾ അൽഹംദുലില്ലാഹ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉസ്താദ് അവർക്ക് അല്ലാഹു തആല അവരുടെ ഖബറിൽ സന്തോഷം നൽകട്ടെ. ഈ സ്ഥാപനം ഇവിടെ നടത്തിക്കൊണ്ടുപോകുന്ന നേതൃത്വം തങ്ങളവർക്കും അവരുടെ കൂടെയുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും, എല്ലാ ആലിമീങ്ങൾക്കും, എല്ലാ പ്രവർത്തകർക്കും അല്ലാഹുവേ നീ ഖൈറും ബർക്കത്തും തൗഫീഖും, അതുപോലെ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും ഞങ്ങൾക്കും നീ ഏറ്റിത്തരണം റഹ്മാനേ. വിദേശ രാജ്യങ്ങളിൽ ഈ സ്ഥാപനത്തിനു വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തകന്മാർ, സഹായികൾ, സഹകാരികൾ, അല്ലാഹുവേ അവർ കഠിനാധ്വാനം ചെയ്ത് എത്രയോ നാടുകൾ അകലെപ്പോയി അധ്വാനിക്കുന്നതിൽ നിന്ന്, അവർക്ക് കിട്ടുന്നതിൽ നിന്ന് അവർ സഹായിക്കുന്നു. അവരുടെ സമയങ്ങൾ അവർ ചെലവഴിച്ച് പ്രവർത്തിക്കുന്നു. അവർക്കെല്ലാം ദുനിയാവും ആഖിറവും ഞങ്ങൾക്കും നീ വിജയിപ്പിക്കണം റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്.
അർഹമുർ റഹീമീനായ റബ്ബേ, ഇവിടെ വളരെ വലിയ ഒരു ദർസായി, വലിയ ഒരു സ്ഥാപനമായി. ഈ സ്ഥാപനം ഉയർന്ന് വളർന്ന് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനേ. ഇവിടെ ദർസ് ആരംഭിക്കുന്ന സലാഹുദ്ദീൻ സുഖാഫി, അതുപോലെ നേരത്തെ ഇവിടെ ദർസ് നടത്തിയിട്ടുള്ള ഉസ്താദുമാർ, ഇവിടെ ദർസ് നടത്തുന്ന ഉസ്താദുമാർ, അള്ളാഹുവെ പഠിച്ച കുട്ടികൾക്കും പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും, നിന്റെ കമ്മിറ്റി അംഗങ്ങൾക്കും അവരോട് സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഞങ്ങൾക്കും നീ ഏറ്റിത്തരണം റഹ്മാനേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെല്ലാം സാധുക്കളാണ്, അറിവ് കുറഞ്ഞവരാണ്, ഇൽമില്ലാത്തവരാണ്, ന്യൂനതകളുള്ളവരാണ്. നീ ഒരു ന്യൂനതയും പോരായ്മയുമില്ലാത്ത മഹാനായ റബ്ബാണല്ലോ അല്ലാഹ്. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ ഏത് തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടോ, നീ കൽപ്പിച്ചത് എന്ത് ഒഴിഞ്ഞു പോയിട്ടുണ്ടോ, നീ വിരോധിച്ചത് എന്ത് സംഭവിച്ചിട്ടുണ്ടോ, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് നൽകണം റഹ്മാനേ. ഞങ്ങൾ ആരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനേ. ഞങ്ങളെ പഠിപ്പിച്ച ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ കൂടെ പഠിച്ചവർ, അല്ലാഹുവേ ഞങ്ങൾക്ക് ദീനിന്റെ വിഷയത്തിൽ ഉത്സാഹം തന്നവർ, ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഘടനകളെയും സഹായിച്ചവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, ഞങ്ങളെ സ്നേഹിച്ച ഏത് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ലോകത്തെവിടെയുണ്ടോ, മരിച്ചവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ, ഞങ്ങൾക്കെല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ റഹ്മാനേ. വിട്ടുവീഴ്ച ചെയ്യണേ റഹ്മാനേ. ഞങ്ങളാരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനേ. നിന്റെ അദാബ് ദുനിയാവിലും ആഖിറത്തിലും ഒരു സെക്കൻഡ് താങ്ങാൻ ദുർബലരായ ഞങ്ങൾക്ക് കഴിവില്ല. ഞങ്ങളാരെയും ശിക്ഷിക്കരുത് റഹ്മാനേ. നീ എല്ലാറ്റിനും അധികാരമുള്ള രാജാവ്. ഞങ്ങൾക്ക് മാപ്പ് തന്നാൽ നിന്നാരും ചോദ്യം ചെയ്യാനില്ലല്ലോ. ഞങ്ങളിവിടെ തുടങ്ങിയ ഫത്ഹുൽ മുഈൻ എന്ന കിതാബ് മുതൽക്ക് അതിന്റെ മേൽപോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഏതൊക്കെ ആലിമീങ്ങൾ ഉണ്ടാക്കി ഏതൊക്കെ കിതാബുകളുണ്ടോ അത് ഞങ്ങൾക്ക് എത്തിച്ചു തന്നെ. ഞങ്ങളുടെ ഉസ്താദുമാരെ വരെയുള്ള പരമ്പരകളിൽ ഏതൊക്കെ ആലിമീങ്ങളുണ്ടോ അവരെല്ലാവരുടെയും ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നാഫിയായ ഇൽമിനെ ഞങ്ങളെ കുട്ടികൾക്കും നീ ഏറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണേ അല്ലാഹ്. ഓർമ്മശക്തിയും ഉത്സാഹവും തന്റേടവും ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പഠിക്കുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും അവരെ സഹായിക്കുന്നവർക്കും ആരോഗ്യം നൽകണേ അല്ലാഹ്. മുടക്കങ്ങളൊന്നും കൊടുത്തേക്കരുത് അല്ലാഹ്. നന്നായി പഠിക്കാൻ മുതഅല്ലിമീങ്ങൾക്കും പഠിപ്പിക്കാൻ ഉസ്താദുമാർക്കും